ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ടൈമിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി നൊസ്റ്റാൾജിക് ഗെയിം ആണെന്നുണ്ടെങ്കിൽ കളിച്ചിട്ട് എങ്ങനെ ഒരു എക്സ്ട്രാ എമൗണ്ട് നമുക്ക് നേടാം എന്നാണ്, ഒരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് നേടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഓൾറെഡി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഗെയിം നമ്മൾ അതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിലൂടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ പുതിയൊരു അപ്ഡേറ്റ് അതിൽ വന്നിട്ടുണ്ട്, പുതിയൊരു ഗെയിം കൂടെ ആണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീപാഡ് ഫോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമാണ്. ഒരു ബിൽഡിംഗ് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ ടവർ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ഗെയിം. അതിൽ ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പെൻഡുലം പോലെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിംഗ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അത് വന്ന് പൊസിഷൻ ചെയ്ത് ഇരുത്തുക, അങ്ങനെ നമ്മളൊരു ടവർ ബിൽഡ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ഗെയിമിന്റെ ആയാലും പുതിയൊരു വെർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായാൽ, അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് വേറൊരു ഗെയിമിനെ പറ്റി ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. മറ്റേതിനകത്തിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയതിനകത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈസി ലെവല്, ഹാർഡ് കോർ, അങ്ങനെ കുറെ ലെവൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ എമൗണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളവിടെ എമൗണ്ടിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എമൗണ്ട് എത്ര വേണമെങ്കിലും വെക്കാം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ 100, 200, 300 അങ്ങനെ എമൗണ്ട് ഇഷ്ടമുള്ള വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇത് പൊസിഷൻ ചെയ്താന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിനകത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിംഗ് ഓരോ ബ്ലോക്കായിട്ട് ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്കാണെന്നുണ്ടെങ്കിൽ ചാൻസ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കാനുള്ള ചാൻസ് ആണ് അതിനകത്ത് വരുന്നത് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ നമ്മളാണെന്നുണ്ടെങ്കിൽ അധികം അങ്ങ് മുകളിലേക്ക് പോകാൻ നിൽക്കിയത് കൂടുതൽ റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 4-5 ബ്ലോക്ക് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഔട്ട് അടിക്കുക. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പം ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബിൽഡിംഗ് നമ്മൾ വെക്കുന്ന സമയത്ത്, ഓരോ ബ്ലോക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് അതിന്റെ പെർഫെക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്കാണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ഇരട്ടിയാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ഇരട്ടിയായിട്ട് വരും. സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ പൊസിഷൻ മാറി വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 ആയിരിക്കും വരുന്നത് അതിൽ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ 1.5 വന്നു, ഇപ്പൊ 100 വെച്ചിട്ട് 1.5 വന്നു കഴിഞ്ഞാൽ ഏകദേശം ആണെന്നുണ്ടെങ്കിൽ 50 രൂപ നമുക്ക് അവിടെ എക്സ്ട്രാ തരുന്നത്. ഇനിയിപ്പോ 2x അല്ലെങ്കിൽ 2 ഇരട്ടി ആവുന്ന സമയത്ത് അവിടെ 100 വരുമല്ലോ. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് അതിനകത്ത് ഇത് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെച്ച് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നമുക്ക് അവിടെ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വെക്കുക, എന്നിട്ട് ക്യാഷ് ഔട്ട് അടിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എമൗണ്ട് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ട്. നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇപ്പൊ നമുക്ക് ഗെയിം കളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സൈഡ് ഒരു വരുമാനമായിട്ട് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോവൽ കാര്യങ്ങളൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ബാങ്ക് വിഡ്രോവൽ ആണ് വരുന്നത്. അപ്പൊ അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കണക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 2000 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ നേടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ആ 2000 രൂപ ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ ബോണസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലോട്ട് റെഫർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും ഇതിനകത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടപ്പോൾ ആരും ജസ്റ്റ് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്താണ് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സ്, പുതിയ എമൗണ്ട്, പാർട്ട് ടൈം വർക്ക്സ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയുവാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അതിൽ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.